ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കർക്കിടക കഞ്ഞി. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ, കുറച്ച് ചേരുവകൾ കൊണ്ട് അടിപൊളിയായിട്ടൊരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നല്ല നമ്മൾ ഒരു ദിവസം തന്നെ കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് അറിയാം. അത്രയും നല്ല കഞ്ഞിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ഉലുവക്കഞ്ഞി. അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഉലുവക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചാൽ. അങ്ങനെ ഉലുവേൻ്റെ ഒരു കയ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ലൊരു കഞ്ഞിയാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കുക, എന്നിട്ട് എന്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉലുവ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പിലാണ് എടുത്തത്. അതിൻ്റെ ഡബിൾ, അതായത് നമ്മൾ എത്രയാണ് ഉലുവ എടുക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ അരി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നെല്ലുത്തരി ഉണ്ടല്ലോ, നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന നെല്ലുത്തരിയാണ് ഇവിടെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണങ്ങലരി എടുക്കാം, പിന്നെ മട്ട അരി ഉണ്ടെങ്കിൽ മട്ട അരി എടുക്കാം. ഇത് 2-3 ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ അരി വെച്ചിട്ടും ഇതുണ്ടാക്കാം. മെയിനായിട്ട് ഉലുവയാണ് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഉലുവ എന്തായാലും വേണം. ഉലുവ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. നമ്മൾ അരക്കപ്പ് എന്തായാലും ഉലുവ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വരെ കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം പിന്നെ കളയാൻ പാടില്ല, നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തലേ ദിവസം ഓർമ്മ ഇല്ലെങ്കിൽ, നമ്മൾ സാധാരണ അങ്ങനെ കഴിക്കാറില്ലല്ലോ, അപ്പോൾ ഓർമ്മ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് ഓർമ്മയെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് കുതിർത്തി വെക്കുക കേട്ടോ. അപ്പോഴും നമുക്ക് നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ ഞാനത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉലുവയത് കാരണം നമുക്ക് നെല്ലുത്തരിക്ക് തീരെ വേവില്ല, പക്ഷെ ഉലുവയ്ക്ക് കുറച്ച് വേവുണ്ട്. കഞ്ഞിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 3 വിസിലോളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് കൂട്ടാം. ഞാനൊരു കുറച്ച് നാളികേരമാണ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 കപ്പോളം, 1.5 കപ്പോളം. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ നാളികേരം ഉപയോഗിക്കാം. നാളികേരം എത്ര ഉപയോഗിക്കുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 1.25 കപ്പോളം ഉണ്ട്, 2 കപ്പിൻ്റെ അടുത്ത് നാളികേരം ഇട്ടിട്ടുണ്ട്. അതും പിന്നെ ഒരു പിടി ജീരകം, ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടീസ്പൂണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരുപാടായിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത്ര ജീരകം വേണ്ട, കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇവിടെ ഉലുവയൊക്കെ നന്നായി വെന്തിട്ട്, അരിയും ഉലുവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ. അതിലേക്ക് ഞാൻ അരപ്പ് പാർന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഈ കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ അടിപൊളി എഫക്റ്റാണ്. നമ്മൾ ഒരു ദിവസം തന്നെ കഴിച്ചാൽ ഈ കൈവേദന, കാലുവേദന, മുട്ടുവേദന, പിന്നെ ഈ ജോയിൻറ്റിനൊക്കെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഒരു ദിവസം തന്നെ കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരുപാട് ഔഷധക്കൂട്ടൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, മെയിനായിട്ട് ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ. പക്ഷെ ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും എഫക്റ്റ് ഉള്ളൊരു കഞ്ഞിയാണിത്. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ശർക്കര ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. ചിലവർ നാളികേര പാലാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ഞങ്ങൾ നാളികേരം അരച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കുന്നതിന് പകരം മൺകലോ അടുപ്പൊക്കെ ഉള്ള സൗകര്യമുള്ള വീടൊക്കെ ആണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ അടുപ്പിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വേവിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് രുചിക്കൂട്ടൊന്നും മേടിക്കേണ്ട. ഇതുപോലെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റേതായ മാറ്റം നല്ലോണം ശരീരത്തിൽ കാണാം. അപ്പം നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ചിലർ വറവിലേക്ക് ഇടും, വറവൊക്കെ ഇടും, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ഞാനിവിടെ വറവൊന്നും ഇടാറില്ല. ഇതുപോലെ കഞ്ഞി വയ്ക്കും, എന്നിട്ട് കഴിക്കുക ചെയ്യുക. ഇതുപോലെ ഞാൻ ഒഴിച്ച് ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നെയ്യുണ്ടെങ്കിൽ, നല്ല പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കഴിക്കുക. അങ്ങനെയും കഴിക്കുക കേട്ടോ. നെയ്യ് വേണ്ടാത്തവർക്ക് നെയ്യ് ഒഴിവാക്കുക. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് ഈ കഞ്ഞീൻ്റെ ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉലുവക്കഞ്ഞീൻ്റെ ആ കയ്പുകളൊന്നും, ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാകും. നിങ്ങൾ ഒരു ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു
ഉലുവക്കഞ്ഞിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഈ കഞ്ഞി കഴിക്കുന്നത് അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ ഈ കഞ്ഞി കഴിച്ചാലും മതി. അപ്പോൾ അത്രയും നല്ല എഫക്റ്റ് ഉള്ള ഒരു കഞ്ഞിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ വീട്ടിലേക്കൊന്നുമില്ല, കുറച്ച് നെല്ലുത്തരി ഉണങ്ങലരിയോ പിന്നെ ഉലുവയോ എന്തെങ്കിലും വേണം, വേറെ ഒന്നും വേണ്ടതിൽ. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ഒരു കഞ്ഞി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.